അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബിൽഡിംഗ് AI പ്രൊജക്ട്സ് വിത്ത് ജിറ്റബ് എന്നാണ്. അപ്പോൾ അതിലൊരു ഇൻട്രൊഡക്ഷൻ ആയി പറയുകയാണെങ്കിൽ ഇപ്പോൾ AI പ്രൊജക്ട്സ് എല്ലാം ഭയങ്കര കോംപ്ലക്സ് ആയിട്ടാണ് ഇപ്പോൾ വരുന്നത്. അതിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രൊജക്ട്സിൽ ഭയങ്കര മാസീവ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ അതിൽ പ്രൊജക്ട്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ പല സ്റ്റെപ്സ് ഇത് ഫോളോ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റ കറക്ഷനാണ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ സെക്കൻഡ് വൺ ഡാറ്റ ക്ലീനിങ് ആൻഡ് പ്രീ പ്രോസസ്സിങ്, പിന്നെ ഡാറ്റ മോഡൽ ഡിസൈൻ ആൻഡ് ട്രെയിനിങ്, പിന്നെ എവല്യൂഷൻ, പിന്നെ ഡെവലപ്മെൻറ്റ്. ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പ് വരുന്നത്. പിന്നെ ഇതിൽ ഓരോ സ്റ്റെപ്പിലും നമുക്ക് ഓരോരോ സബ് സ്റ്റെപ്പ് ആയിട്ട് പറയാൻ പറ്റും. ഇതിൻ്റെ ഓരോ എക്സിക്യൂഷൻ ലെവലായിട്ട്. അതായിട്ട് ഫസ്റ്റ് വൺ വരുമ്പോൾ ഡാറ്റ സെറ്റ്സ് ആണ്, പിന്നെ സെക്കൻഡ് വൺ സ്ക്രിപ്റ്റ്സ്, തേർഡ് വൺ ട്രെയിൻഡ് മോഡൽ, പിന്നെ ലാസ്റ്റ് വൺ ആണ് ഡോക്യുമെൻറ്റേഷൻ എല്ലാം അപ്ഡേറ്റ് ചെയ്യേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ ഇതിലൊരു നമുക്കൊരു AI പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ പേഴ്സൺ മാത്രമായിരിക്കില്ല ഇത് ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ ഇതിൽ മൾട്ടിപ്പിൾ പേഴ്സൺസ് ഇൻവോൾവ് ചെയ്തായിരിക്കും ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇത് മാനേജ് ചെയ്യാൻ ഒരു ടീം പ്രോജക്റ്റ് ഭയങ്കര കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻവോൾവ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ ഒരു ഡാറ്റ സെറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് മറ്റൊരാൾക്ക് ഡാറ്റ സെറ്റിൽ മോഡൽ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതിൽ കോഡ് ഓവർറൈറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതിൽ ഫൈനൽ ഔട്ട്പുട്ടായിട്ട് ഒരു മിസ് മാച്ച് ഉണ്ടാവും. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിറ്റബ് ആണ് ഏറ്റവും ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. പിന്നെ എന്തിനാണ് ജിറ്റബ്? അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ജിറ്റബ് ബേസിക്കലി നമുക്കൊരു ക്ലൗഡ് ബേസ്ഡ് കൊളാബറേഷൻ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അത് ടെക്നോളജീനെ അടിസ്ഥാനമാക്കിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കോഡിൻ്റെ വേർഷൻ ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ കോഡ് റീയൂസബിലിറ്റി കാര്യങ്ങൾ റീസ്റ്റോർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ AI പ്രൊജക്ട്സിൽ ജിറ്റബ് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വേർഷൻ കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഓരോ സ്മോൾ ചേഞ്ചസ് പോലും ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡ് വൺ പഴയ ഓൾഡ് വേർഷൻ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇതിൽ ഏത് സമയം വേണമെങ്കിൽ റിവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡ് വൺ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഡെവലപ്പേഴ്സ് ഒരുമിച്ച് ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് ജിറ്റബിനെ കാണാൻ പറ്റും. പിന്നെ മെർജ് കോൺഫ്ലിക്ട്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഇപ്പോൾ തേർഡ് വൺ ബാക്കപ്പ് ആൻഡ് സേഫ്റ്റിയാണ്. ബാക്കപ്പ് ആൻഡ് സേഫ്റ്റി പറയുമ്പോൾ കോഡ് ലോസ് ആകുമ്പോൾ നമുക്ക് റിട്രീവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ജിറ്റബ് തരുന്നുണ്ട്. പിന്നെ ഡാറ്റ സെറ്റ്സ് മോഡൽ ജിറ്റബിൽ സേഫ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് വൺ ഓപ്പൺ സോഴ്സ് എക്കോസിസ്റ്റം ആണ് ഈ ജിറ്റബ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള മോഡൽസ് പബ്ലിക് ഡാറ്റ സെറ്റ്സിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു വർക്ക് ഫ്ലോ പറയുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് പറയിട്ട് വരുന്നത് റെപ്പോസിറ്ററി ക്രിയേഷൻ ആണ്. അതിൽ നമുക്ക് ഡാറ്റ സെറ്റ്, മോഡൽസ്, സ്ക്രിപ്റ്റ്സ്, ഡോക്യുമെൻറ്റ് ഫയൽസ്, റിക്വയർമെൻറ്റ്സ് ഫയൽസ് എല്ലാം ഇതിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡ് വൺ ക്ലോൺ ആൻഡ് സ്റ്റെപ്പാണ് ഇതിൽ വരുന്നത്. അതിൽ നമുക്കിപ്പോൾ റിക്വയർമെൻ്റ് ആയിട്ട് വരുന്ന ഡാറ്റ സെറ്റ്സ് കാര്യങ്ങൾ പിന്നെ എൻവയോൺമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ തേർഡ് വൺ വർക്ക് വിത്ത് ബ്രാഞ്ചസ് ആണ്. ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഒരു പ്രോജക്ട്സ് ചെയ്യുമ്പോൾ അതിൽ അത് സ്റ്റേബിൾ ആയിരിക്കണം. സ്റ്റേബിൾ ആയിരിക്കും എന്ന് വെച്ചാൽ ടീം മെമ്പേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് ഇതിനെ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്ത് വേണം വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് ഡാറ്റ ക്ലീനിങ്, അതൊരു ബ്രാഞ്ചായിട്ട് നമുക്ക് കാണാൻ പറ്റും. സെക്കൻഡ് വൺ ഡാറ്റ ട്രെയിനിങ്, അതൊരു AI മോഡൽ ഡെവലപ്മെൻറ്റ് സബായിട്ട് വരുന്നത് വേറൊരു ബ്രാഞ്ചായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ തേർഡ് വൺ ഡെപ്ലോയ്മെൻ്റ് ആണ്. അതായത് ആ ബ്രാഞ്ചിൽ നിന്ന് ഫൈനൽ ഇൻറ്റഗ്രേഷന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റുള്ള സേഫ് എൻവയോൺമെൻറ്റ് നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് കമ്മിറ്റ് ആൻഡ് പുഷ് ആണ്. അതായത് വർക്ക് കംപ്ലീറ്റ് ആയാൽ ചേഞ്ചസ് നമുക്ക് കമ്മിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. ആ സിറ്റുവേഷൻ നമുക്ക് ക്ലിയർ കമ്മിറ്റ് മെസ്സേജ് നൽകിയിട്ട് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ആഡ് CNN ആർക്കിടെക്ചർ ഇൻ ദ ഇമേജ് ക്ലാസിഫിക്കേഷൻ, അത് നമുക്കൊരു ഒരു കമ്മിറ്റ് മെസ്സേജ് ആയിട്ട് നമുക്ക് പാസ് ചെയ്താലും മറ്റുള്ള യൂസേഴ്സിനൊക്കെ അതിൻ്റെ ഒരു അവെയർ ആയിട്ട് നമുക്ക് വരും. പിന്നെ കമ്മിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ജിറ്റബിലേക്ക് പുഷ് ചെയ്യുന്നതാണ് ആ സ്റ്റെപ്പ്. പിന്നെ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പുൾ റിക്വസ്റ്റ് ആൻഡ് റിവ്യൂ. അതായത് നമുക്കിപ്പോൾ ഫൈനൽ മെർജ് ചെയ്യുന്നതിന് മുമ്പ് പുൾ റിക്വസ്റ്റ് വഴി ഇത് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ടീം റിവ്യൂ നടത്തിയതിനു ശേഷം അപ്രൂവൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് മെർജ് ചെയ്യുള്ളൂ. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. പിന്നെ സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് ഡെപ്ലോയ്മെൻറ്റ് ആൻഡ് വിത്ത് ജിറ്റബ് ആക്ഷൻസ് ആണ്. അപ്പോൾ ജിറ്റബ് ആക്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഓട്ടോമാറ്റിക് വർക്ക് ഫ്ലോ കാര്യങ്ങളെല്ലാം ഇതിൽ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഒരുപാട് AI പ്രൊജക്ട് ഫയൽ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വണ്ണാണ് .git ignore എന്ന് പറഞ്ഞ കാര്യം. അതിൽ നമുക്ക് ലാർജ് ഫയൽസ് എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ജിറ്റിലേക്ക് പുഷ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. പിന്നെ സെക്കൻഡ് വൺ ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ആയിരിക്കും. അതായത് നമുക്ക് ക്ലിയർ ഫോൾഡർ സ്ട്രക്ചർ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വരും. പിന്നെ തേർഡ് വൺ ക്ലിയർ കമ്മിറ്റ് മെസ്സേജ്. നമുക്കിപ്പോൾ
എന്താണോ ഇതിൽ നമുക്ക് എന്ത് ചേഞ്ചസ് ആണ് നമ്മൾ ഇതിൽ ചെയ്തതെന്ന് വെച്ചാൽ അത് നമുക്ക് ഇതിൽ പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന് റിയൽ വേൾഡ് യൂസ് കേസ് എന്ന് പറയുന്ന ഒരു ഹെൽത്ത് കെയർ ആയിട്ട് നമുക്ക് ഒരു ഡിസ്കസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇത് ടീമിൽ ഇപ്പോൾ ഡാറ്റ സയൻറ്റിസ്റ്റ്, ML എഞ്ചിനീയേഴ്സ്, പിന്നെ ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ്, അങ്ങനെ ഒരുപാട് പേരിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഇപ്പോൾ ഡാറ്റ പ്രീ പ്രോസസിങ് ബ്രാഞ്ചിൽ ഡാറ്റ ക്ലീനിങ് നടക്കുന്നുണ്ട്. പിന്നെ മോഡൽ ട്രെയിനിങ് ബ്രാഞ്ചിൽ ഡിസീസ് പ്രഡിക്ഷൻ, AI ഡെവലപ്മെന്റ് ബിൽഡ് ചെയ്യുന്നു. പിന്നെ ഡെവലപ്മെന്റ് ബ്രാഞ്ചിൽ ഇതിന്റെ ഫൈനൽ കോഡ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ജിറ്റപ്പ് നമുക്കിപ്പോൾ ഇല്ലെങ്കിൽ AI പ്രോജക്ട്സ് കാര്യങ്ങളൊക്കെ ഡാറ്റ സെറ്റ്സ് മിക്സ് മാച്ച് ഉണ്ടാവും. പിന്നീട് കോഡ് ഓവർ റൈറ്റിംഗ് ഉണ്ടാവും. പിന്നെ മൾട്ടിപ്പിൾ മോഡൽ വേർഷൻ മിക്സപ്പ് ഉണ്ടാവും. ഇതിൽ അത് നമുക്കൊരു കംപ്ലീറ്റ് പ്രൊജക്റ്റിൻ്റെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ടോപ്പിക്ക്. താങ്ക് യു.